നമസ്കാരം, എല്ലാവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 70/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം വർഷം 1931-32 31 എടുക്കാം നമുക്ക്. പാലിയം സത്യാഗ്രഹം 1947, ഈഴവ മെമ്മോറിയൽ 1896, വൈക്കം സത്യാഗ്രഹം 1924. കാലഗണനാ ക്രമത്തിലാക്കി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് 2ആണ്, 1896. 2 വരുന്ന ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇത് 2 കട്ട് ചെയ്യാം. 1896 കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? വൈക്കം സത്യാഗ്രഹം 1924. 2 കഴിഞ്ഞ് 4 വരുന്ന ഈ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം 1, പാലിയം സത്യാഗ്രഹം 3. 2, 4, 1, 3 എന്നതാണ് ഇതിൻ്റെ ക്രമം. ഒന്നുകൂടി വർഷം നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയം സത്യാഗ്രഹം 1947, ഈഴവ മെമ്മോറിയൽ 1896, വൈക്കം സത്യാഗ്രഹം 1924. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കേഴ്സൺ. 1900 ഏത് വൈസ്രോയിക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കേഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, ഇത് ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, ശരി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപമാണ്, ഇത് ശരിയാണ്. എല്ലാം ശരി എന്നതാണ് ആൻസർ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ്? ലോകസഭയിൽ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതി. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കുന്നത്? ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61ാം ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, ശരി. സ്ഥിരം സഭ, ശരി. 5 വർഷമാണ് സഭയുടെ കാലാവധി, ഇത് തെറ്റ്. സ്ഥിരം സഭയാണെങ്കിൽ 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് തെറ്റാണ്. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു, തെറ്റ്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1ഉം 2ഉം. സി ആണ് നമ്മുടെ ആൻസർ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, സ്ഥിരം സഭയാണ് രാജ്യസഭ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? 2025 മെയ് 2. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2.
2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി VP മേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈന. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈനയുമായാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.